സോ ഹായ് മക്കൾസ്, വെൽക്കം ബാക്ക് ടു എജുപോർട്ട്. എല്ലാവർക്കും എജുപോർട്ടിന്റെ 9ാം ക്ലാസ്സിന്റെ ക്ലാസ്സോട്ട് വീണ്ടും സ്വാഗതം. നമ്മളിന്ന് ബയോളജി എടുക്കാൻ വേണ്ടി വന്നതല്ല കേട്ടോ. പക്ഷേ ബയോളജിയിൽ നമ്മൾ സ്കൂളിൽ എക്സാം തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ, യൂണിറ്റ് ടെസ്റ്റ് ഒക്കെ വരാൻ വേണ്ടിയിരിക്കുകയാണ്. സോ ബയോളജിയിൽ എങ്ങനെയാണ് ഏറ്റവും അടിപൊളിയായിട്ട് പഠിച്ച് നല്ല മാർക്ക് സ്കോർ ചെയ്യുക, അതായത് ബയോളജി പഠിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളും നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ ബെറ്റർ റാങ്കിലോട്ടും കീഴിലോട്ടും എത്താൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ചില ടിപ്സും ട്രിക്സുമാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ അല്ലേ? സോ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് വീഡിയോ, പ്രത്യേകിച്ച് എക്സാം തുടങ്ങാൻ വേണ്ടി പോകുന്ന സമയമാണ്. ഇപ്പോൾ തന്നെ ലൈക്ക് അടിച്ച് വെച്ചോ, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തു കേട്ടോ. നിങ്ങൾ ലൈക്ക് അടിക്കുമ്പോൾ നമ്മൾ 9ാം ക്ലാസ്സിലുള്ള നമ്മൾ കുറേ സുഹൃത്തിലോട്ട് എന്ത് ചെയ്യണം, ഇതിങ്ങനെ സജഷനായിട്ട് യൂട്യൂബിലോട് പോകും. സോ എൻ്റെ മക്കൾ എന്ത് ചെയ്തോ, ഇപ്പോൾ ലൈക്ക് അടിച്ച് വെച്ചോ, ക്ലാസ് ഗ്രൂപ്പിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തു കേട്ടോ. സോ മക്കൾസിൻ്റെ പേര് മുഞ്ചിത് അബ്ദുൽ സലാം എന്നാണ്. സ്നേഹമുള്ള കുട്ടികൾ എന്നെ മാസ്റ്റർ എന്നാണ് വിളിക്കാറുള്ളത്. ഫാക്കൽറ്റി ഓഫ് ബയോളജി, എജുപോർട്ട് അക്കാഡമി. റെഡി അല്ലേടാ? സോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് പോയിന്റ്, നമ്മൾ ബയോളജി പഠിക്കുന്ന സമയത്ത് നമ്മൾ കുറേ കെതിയിട്ടിട്ട് കുറേ കാണാപ്പാഠം പഠിക്കും, അഥവാ ബൈ ഹാർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കും. മക്കളെ, ഒരിക്കലും നിങ്ങൾ ബയോളജി ഫസ്റ്റ് തന്നെ പോയിട്ട് ബൈ ഹാർട്ട് പഠിക്കരുത്. ആദ്യത്തെ പോയിന്റ് മക്കളെ ശ്രദ്ധിച്ചോ, ഒരിക്കലും ബയോളജി ആദ്യം തന്നെ പോയിട്ട് ബൈ ഹാർട്ട് പഠിക്കരുത്. എന്താണോ കോൺസെപ്റ്റ്, ആ കോൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ട് അതിനാവശ്യമായിട്ട് നിങ്ങൾക്ക് കഴിയുന്ന പോലെ, നിങ്ങൾ സ്കൂളിൽ ആരും കുറച്ച് ചെറിയ ഗ്രാമർ മിസ്റ്റേക്കിനൊന്നും മാർക്ക് ബയോളജിയിൽ കുറക്കൂലടാ. സോ നിങ്ങളിത് മലയാളത്തിൽ നിങ്ങളെ ഭാഷയിൽ പഠിച്ചു വെക്ക്, എന്നിട്ട് അത് ഇംഗ്ലീഷോട്ട് മാറ്റിയത്. അല്ലാണ്ട് ആ ബുക്ക് തുറന്നു വെച്ച് അല്ലെങ്കിൽ ഗൈഡ് തുറന്നു വെച്ച് അതുപോലെ കാണാപാഠം പഠിച്ചു പോയാൽ ഒരു വാക്ക് മിസ്സായി പോയാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയില്ലടാ, അത് ഫുള്ളാക്കാൻ വേണ്ടി പറ്റാത്തൊരവസ്ഥ വരും. സോ ഒന്നാമത്തെ കാര്യം, നിങ്ങൾ ഒരിക്കലും അത് ബൈ ഹാർട്ട് പഠിച്ചു പോകുക എന്ന് പറയുന്ന രീതിയിൽ എന്ത് ചെയ്യരുത്, ആ ഒരു കാര്യത്തെ നിങ്ങൾ അപ്രോച്ച് ചെയ്യരുത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് മക്കളെ, ബൈ ഹാർട്ട് പഠിച്ചു പോകാൻ നിൽക്കരുത്. ആൻഡ് രണ്ടാമത്തെ കാര്യമാണ്, പിക്ചേഴ്സിന് ശരിയായ പ്രാധാന്യം കൊടുക്കണം. അതായത് ഒരു സെല്ലിനെ പറ്റി പറയുമ്പോൾ രണ്ടാമത്തെ പടം സെല്ലാണ് അല്ലെ, മൂന്നാം പടം ടിഷ്യൂ ആണ്. ഇതൊന്നും നമ്മുടെ നാക്കഡ് ഐസ് കൊണ്ട് നമ്മൾ കാണാൻ പറ്റുന്ന കാര്യങ്ങളല്ല. സോ നമ്മൾ എന്ത് ചെയ്യണം, ആ സെല്ലിനെ പറ്റി പഠിക്കുമ്പോൾ ആ സെല്ലിൻ്റെ പിക്ചർ നോക്കണം. ഓക്കെ, ഇതാണ് ന്യൂക്ലിയസ്, എടുത്ത് കാണുന്ന ഓർഗനിൽ ഇത് മൈറ്റോകോൺട്രിയാണ്, മൈറ്റോകോൺട്രിയൻ്റെ ഷേപ്പ് ഇങ്ങനെയാണ്, ഇതിൻ്റെ ഇന്നർ മെമ്പറിൻ സ്മൂത്ത് ആണ്, ഔട്ടർ സ്മൂത്ത്, ഇന്നർ അത് ക്രിസ്റ്റേ ഉണ്ട്, സിസ്റ്റർ ആണ്, ഇങ്ങനെ ഒരുപാട് ഭാഗങ്ങളുണ്ടാവും. അത് നമ്മൾ കറക്റ്റിനെ കണ്ട് വിഷ്വലൈസ് ചെയ്ത് പഠിക്കണം. പിക്ചറിന് ശരിയായ ഇമ്പോർട്ടൻസ് കൊടുക്കണം. അതുമാത്രമല്ല, പരീക്ഷയ്ക്ക് വരുമ്പോൾ പിക്ചറിൽ ശരിയായ മാർക്കിന് 3 മുതൽ 4 മാർക്കിനൊക്കെ പിക്ചർ വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്ന കാലം ഉണ്ടായിട്ടുണ്ട് കേട്ടോ. സോ പിക്ചറിന്റെ മക്കൾ ശരിയായിട്ട് നോട്ട് ചെയ്ത് വെച്ചോ, ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. സോ നെക്സ്റ്റ് പോയിന്റ് മക്കളെ, ഗിവ് ഇമ്പോർട്ടൻസ് ടു ദ പിക്ചേഴ്സ്. ആൻഡ് അടുത്ത ട്രിക്കാണ് മക്കളെ, ആഡ് മോർ അവർ ഓൺ എക്സാമ്പിൾസ്. ടെക്സ്റ്റ് ബുക്കിൽ ഓൾറെഡി അവിടെ കുറച്ച് എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ടാവും. അതിൽ നിന്നൊക്കെ ഒന്ന് മാറിയിട്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമ്മുടെ അറിവിനനുസരിച്ച് ഒരു എക്സാമ്പിൾ നിങ്ങൾ സെറ്റ് ചെയ്യുക. സർ, പാവം എനിക്ക് എക്സാമ്പിൾ ഒന്നും സെറ്റ് ചെയ്യാൻ അറിയില്ലല്ലോ, ഞാനൊരു മണ്ടനല്ലേ സാറേ, അത് അങ്ങനെയൊന്നും നിങ്ങൾ അടിപൊളിയാണ്. നിങ്ങൾക്ക് കഴിഞ്ഞില്ലെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യുക, ചില സമയത്ത് നമ്മുടെ പേരൻസിൻ്റെ ടീച്ചേഴ്സിനൊക്കെ സഹായം തേടുക. അതുമില്ലെങ്കിൽ നമ്മുടെ ജെമിനി, ChatGPT പോലെയുള്ള AI സാങ്കേതിക വിദ്യയുടെ ഒക്കെ എന്ത് ചെയ്യുക, സഹായം തേടിയിട്ട് നിങ്ങൾക്ക് അതിന് ആൻസറിലോട്ട് എത്താൻ പറ്റുന്ന രീതിയിലുള്ള ശരിയായിട്ടുള്ള എക്സാമ്പിളുകളോ അല്ലെങ്കിൽ ഒരു ചെറിയൊരു രീതിയിലുള്ള കഥകളോ സ്റ്റോറികളോ ഒരു ടിപ്സ്, നിങ്ങൾ ഒരു നാക്കിങ് എന്ത് ചെയ്യുക, ഒരു ടിപ്സ് നിങ്ങൾ സെറ്റ് ചെയ്ത് വെക്കുക. റെഡിയല്ലേ? സോ നിങ്ങളുടെ ഒരു രീതിയിൽ എന്ത് ചെയ്യുക, ഒരു ശരിയായ എക്സാമ്പിൾ ആഡ് ചെയ്ത് വെക്കുക. ആൻഡ് അടുത്ത മക്കളെ, സെറ്റ് മൈൻഡ് മാപ്പ്. ഒരു കാര്യം പഠിക്കുമ്പോൾ അത് മൈൻഡ് മാപ്പിലൂടെ പഠിച്ചു കഴിഞ്ഞാൽ വളരെ റെഡി ആയിട്ട് നമ്മുടെ മൈൻഡ് കറക്റ്റ് കിടക്കും. കുറേ കാര്യങ്ങൾ ഒരുമിച്ച് നമ്മുടെ മൈൻഡിൽ പ്രോസസ്സ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഒരു കാര്യം കറക്റ്റ് ഇങ്ങനെ മാപ്പ് ചെയ്ത് കൊടുത്താൽ അത് എത്ര തന്നെ വലുതാണെങ്കിലും നമ്മുടെ ബ്രെയിൻ കറക്റ്റ് ഇത് പ്രോസസ്സ് ചെയ്യും. കാരണം നമ്മുടെ ബ്രെയിനിൻ്റെ ഒരു ഇതനുസരിച്ച് നമ്മൾ അത് കുറച്ചല്ലേ ഉള്ളൂ എന്നൊരു രീതിയിൽ ബ്രെയിൻ അതിനെ കാണുക. ഓക്കെ, അപ്പോൾ വലിയ വലിയ കാര്യങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് മൈൻഡ് മാപ്പിലൂടെ ഷോർട്ടാക്കിയിട്ട് ആരോ മാർക്കൊക്കെ ഇട്ട് അവിടെ നിങ്ങോട്ട് കണക്ഷനൊക്കെ കൊടുത്തതിൻ്റെ ഇടാ വളരെ വൃത്തിയായിട്ട് പഠിക്കുക. നമ്മുടെ ടിഷ്യൂസിനെ പാടില്ലടാ, അവിടെ വളരെ ശരിയായിട്ട് രീതിയിൽ മതി മൈൻഡ് മാപ്പ് വരച്ചൂടെ. പ്ലാന്റ് ടിഷ്യൂസിനെ 2 ആക്കിയിട്ട് മാറ്റാം. മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ, പെർമനൻറ്റ് ടിഷ്യൂ, ഈ പെർമനൻറ്റ് വീണ്ടും 2 ആക്കാം. കോംപ്ലക്സ് പെർമനൻറ്റ്, സിമ്പിൾ പെർമനൻറ്റ്, ഇങ്ങനെ എന്ത് ചെയ്യടാ, വളരെ സിമ്പിളായിട്ട് ആ വലിയൊരു ടോപ്പിക്കിനെ ഒരു കുഞ്ഞ് മൈൻഡ് മാപ്പിൽ നമുക്ക് ഒതുക്കാൻ വേണ്ടി പറ്റും. റെഡിയല്ലേ? സോ ഇങ്ങനെ മൈൻഡ് മാപ്പ് സെറ്റ് ചെയ്തിട്ട് വളരെ വൃത്തിയായിട്ട് പഠിക്കാൻ ശ്രദ്ധിക്കുക. ആൻഡ് അവസാനത്തിന് ടിപ്പാണ് മക്കളെ, ഡീകോഡ് വൊക്കാബുലറി. ആ വാക്ക് ബയോളജിയിലെ പകുതി മാർക്കും വാക്കുന്ന് കിട്ടും. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ ഹൈപ്പർ ടോണിക് എന്ന് പറയുന്നൊരു
സൊല്യൂഷൻ നിങ്ങളുടെ കയ്യിൽ നിന്നിട്ട് ഇത് എങ്ങനെ ചോദിക്കാം. നമ്മുടെ ഓസ്മോസിസ് എന്ന് പറയുന്ന ഭാഗം പഠിക്കുന്നുണ്ട് നമ്മുടെ രണ്ടാമത്തെ സെല്ലിൻ്റെ ഭാഗത്തിൽ, സെൽ മെമ്പറിൻ പറയുമ്പോൾ. സോ മക്കളെ ഹൈപ്പർ എന്ന് പറഞ്ഞാൽ അത് അബവ് ഓർ മോർ എന്നാണ് അർത്ഥമെന്നും ആൻഡ് ടോണിക് എന്ന് പറഞ്ഞാൽ സൊല്യൂട്ട് ആണ് അർത്ഥം എന്നുള്ളത് നിങ്ങൾ മക്കൾ മനസ്സിലാക്കിക്കോ. സോ ഒരു സൊല്യൂഷനിൽ സൊല്യൂട്ടിന് അളവ് കൂടുതലാണ് എന്നാണ് ഹൈപ്പർ ടോണിക്കിന് ഉദ്ദേശിക്കുന്നത് മക്കൾ മനസ്സിലാക്കണം. സോ ഇങ്ങനെ എന്ത് ചെയ്യടാ, ഹൈപ്പോ തലാമസ് മറ്റൊരു വാക്കാണ്. ഇങ്ങനെ വാക്ക് നമുക്ക് ഉത്തരം കണ്ടെത്താൻ വേണ്ടി പറ്റും. ഹൈപ്പോതലാമസ് ഈസ് എ പാർട്ട് ഓഫ് ബ്രെയിൻ ദാറ്റ് സിറ്റുവേറ്റഡ്. ഹൈപ്പോ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയടാ, ബിലോ. തലാമസ് എന്ന് പറഞ്ഞാൽ തലാമസ് തന്നെ. സോ തലാമസിന് താഴെ കാണുന്ന ആൾ, ഇതാണ് ഹൈപ്പോ തലാമസോട് ഉദ്ദേശിച്ചിട്ടുള്ളത്. അതുപോലെ നാനോ ഫെർട്ടിലൈസർ, നാനോ എന്ന് പറഞ്ഞാൽ എന്താ, ചെറുത്. സോ ചെറിയ അളവിൽ ആവശ്യമുള്ള ഫെർട്ടിലൈസർ നാനോ ഫെർട്ടിലൈസർ. അതുപോലെ തന്നെ മൈക്രോ ന്യൂട്രിയൻറ്റ്, വളരെ മൈക്രോ ലെവലിൽ വളരെ ചെറിയ സ്മോൾ ക്വാണ്ടിറ്റിയിൽ മാത്രം ആവശ്യമുള്ള ന്യൂട്രിയൻസ് ആണ് മൈക്രോ ന്യൂട്രിയൻസ് അല്ലേ. ഹൈഡ്രോലൈസിസ്, വാട്ടർ ഉപയോഗിച്ച് സ്പ്ലിറ്റ് ചെയ്യുക, അതാണ് ഹൈഡ്രോലൈസിസ്. ഹൈഡ്രോ എന്ന് പറഞ്ഞ വാട്ടർ, ലൈസിസ് എന്ന് പറഞ്ഞ ബ്രേക്ക് ഡൗൺ. സോ അത് ആ വാക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഡെഫിനേഷനിലോട്ട് എത്താൻ വേണ്ടി പറ്റും. ബയോളജിയിലെ പകുതി മാർക്കും ആ വൊക്കാബുലറി ഡീകോഡ് ചെയ്യുന്നതിന് നമുക്ക് കണ്ടെത്താൻ വേണ്ടിയിട്ട് പറ്റും. റെഡി അല്ലേടാ. സോ ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ബയോളജി പുഷ്പം പോലെ നമുക്ക് പുട്ട് പോലെ അടിച്ച് കയ്യിലെടുക്കാൻ വേണ്ടി പറ്റും. റെഡി അല്ലേ. സോ മക്കൾസ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ഇപ്പം തന്നെ എജുപോർട്ടിൻ്റെ സൂപ്പർ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ശ്രദ്ധിക്കുക. അങ്ങനെയാണെങ്കിൽ വരുന്ന സ്കൂളിലെ എല്ലാ എക്സാമുകളും നമുക്ക് ഒരുമിച്ച് എന്ത് ചെയ്യാടാ, പൊളിച്ചടക്കാമോ, പൊളിക്കും, തൂക്കും നമ്മൾ. റെഡി അല്ലേ. സോ എൻ്റെ മക്കൾ ഇപ്പം തന്നെ എന്ത് ചെയ്തോ, നമ്മുടെ സൂപ്പർ ബാച്ചിൽ ജോയിൻ ചെയ്യാനുള്ള ഒരു ലിങ്ക് കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. ജസ്റ്റ് അതിലൊന്ന് ജോയിൻ ചെയ്ത് വെക്കുക. ഇനി അതല്ല നിങ്ങൾ എന്ത് ചെയ്തോളും മതിയടാ, നേരെ നമ്മുടെ ഒരു കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ഉണ്ട്, നമ്മുടെ 9ാം ക്ലാസ് ബയോളജിക്കാർ, 9ാം ക്ലാസ് CBSE മാത്രം ഉണ്ടാക്കിയ ഒരു സ്പെഷ്യൽ കമ്മ്യൂണിറ്റി ഗ്രൂപ്പാണ്. ഈ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലും ജോയിൻ ചെയ്ത് വെച്ചോ. സർ എന്താണ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ വരിക, ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റുകളൊക്കെ വരുന്നത് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലാണ്. സ്കൂളിൽ ലീവുള്ള ദിവസങ്ങളിൽ അപ്ഡേറ്റ് വരും, ടൈം ടേബിളിൻ്റെ അപ്ഡേറ്റുകൾ വരും, എക്സാം എന്താണെന്നുള്ള കറക്റ്റ് ഡേറ്റുകൾ വരും. അതുപോലെ തന്നെ നമ്മുടെ കറക്റ്റ് ലൈവൊക്കെ നടക്കുമ്പോൾ എജുപോർട്ടിൻ്റെ ഏത് ലൈവാണ് നടക്കുന്നത് എന്നുള്ള അപ്ഡേറ്റ് അവിടെ വരും. ഏതൊരു ഇമ്പോർട്ടൻസ് വീഡിയോ വരുമ്പോൾ അവിടെ വീഡിയോസ് വരും. എക്സാം സമയത്ത് നിങ്ങൾക്ക് PDF നോട്ടുകൾ, ക്വസ്റ്റ്യൻസ് ഒക്കെ അവിടെ വരും. റെഡി അല്ലേ. സോ നമുക്ക് ആദ്യം തന്നെ ചെയ്യേണ്ട കാര്യം കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ദെൻ നമ്മുടെ സൂപ്പർ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ലിങ്ക് കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. സോ അവിടെ തന്നെ എന്താ, അങ്ങനെ പേര്, ഫോൺ നമ്പർ, ക്ലാസ് മാത്രം ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓഫീസിൽ നിന്ന് നിങ്ങളെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ജോയിൻ ചെയ്താൽ മതി. കാരണം ഇപ്പോൾ ഓഫർ പ്രൈസിലാണ് സെല് ചെയ്യുന്നത്. സോ ഇപ്പോൾ നിങ്ങൾ ഫില്ല് ചെയ്താൽ ഭാവിയിൽ നിങ്ങൾ എന്തെങ്കിലും ചേരാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ഇതേ പ്രൈസിൽ അന്ന് കിട്ടും, അല്ലെങ്കിൽ ഇതിനേക്കാൾ കുറഞ്ഞ് കിട്ടും. റെഡി അല്ലേടാ. സോ മക്കൾസ് ഇപ്പോൾ തന്നെ എന്ത് ചെയ്യുക, പേര്, ഫോൺ നമ്പർ, ക്ലാസ് നമ്മുടെ കമൻറ്റ് ബോക്സിലുള്ള ലിങ്കിൽ ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് വെക്കുക, സൂപ്പർ ബാച്ച് ലിങ്കിൽ കേട്ടോ. സോ മക്കൾസ് ഉഷാറായിട്ട് പഠിക്കുക. എന്തുണ്ടെങ്കിലും എജുപോർട്ട് കൂടെയുണ്ട്, മാസ്റ്റർ കൂടെയുണ്ട് കേട്ടോ. സോ സീ നെക്സ്റ്റ് ക്ലാസ്. ബൈ ബൈ.